അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മുറുക്കെ പിടിക്കണം. ഞാൻ ആലോചിച്ചിരിക്കുകയാണ് മുറുക്ക് പിടിക്കണോ വേണ്ടേ ഒന്ന്. മുറുക്കിൽ പിടിക്കണോ വേണ്ടേ ഒന്ന്. എടാ ആ മുറുക്കിന്റെ കാര്യം അല്ലടാ പറഞ്ഞത്. മുറുക്ക പിടിക്കണോന്ന് എന്നുവെച്ചാൽ കാര്യങ്ങളൊന്ന് സജ്ജമാക്കണോന്ന്. അതിനെ സജ്ജമാക്കിക്കോളാം. ബാബുക്കുട്ട ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആച്ചപ്പം കഴിച്ചു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്തേക്കണം മതിൽ അവന്മാർ ആ ആൾക്കാരെ പോയി കണ്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലേ അത് മാത്രമല്ല നമ്മൾ ബുക്ക് ചെയ്യുന്ന മതിലിൽ അമ്പിളിക്കുട്ടൻ്റെ ടീമുകൾ വന്ന് ആ ബുക്കിൽ അടിച്ചിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? അല്ല അത് 1-2 മതിലിൽ നമ്മൾ പകുതിയായിട്ടാണ് ഈ ഉടമസ്ഥർ തന്നേക്കുന്നത്. ആണോ? പകുതി അവരും എഴുതിക്കോട്ടെ, പകുതി നമ്മളെ രണ്ടുപേരും പിണക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് നമ്മൾ എഴുതുന്നത് ഭയങ്കര ജനം നമ്മളെ എഴുതിക്കുന്നത് വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. നമ്മളെ സ്ഥാനാർത്ഥി, നമ്മുടെ ചിഹ്നവും അതൊക്കെ വേണം ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ നോക്കണം. എടുക്ക്. മതിലൊക്കെ കിട്ടിയോ? മതിൽ കെട്ടിയാന്നോ? എവിടെ മതിൽ കെട്ടാൻ? അല്ല കിട്ടിയോന്ന്. എന്തിന്? അല്ല നിങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങള് നമ്മള് ഇപ്രാവശ്യത്തെ ഇലക്ഷന് മതിലെഴുത്തില്ല, പോസ്റ്റർ ഒട്ടിക്കലില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അല്ല മതിലെന്നൊക്കെ പറഞ്ഞിട്ടല്ല. മതിൽ അത് ഞാൻ മതിലുകൾ സിനിമയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പരിപ്പടയില്ലേ? പരിപ്പ് വേവിക്കാൻ വെച്ചേക്കാ, വെന്തിട്ടില്ല. വെന്തിട്ട് നമുക്ക് തരാം കേട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ ചുവരെഴുത്തില്ല, മതിലില്ല, ഒന്നുമില്ല എന്നൊക്കെ അവളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൾക്ക് മറ്റേ പാർട്ടിയോടാണ് അനുഭാവം. ഒരു കാര്യം എനിക്ക് ഇപ്പം വിശ്വാസമായി, രാഷ്ട്രീയത്തിൽ സ്വന്തം തന്തയെ പോലും വിശ്വസിക്കരുതെന്നുള്ളത് മാത്രമല്ല ഭാര്യയെ പോലും വിശ്വസിക്കരുതെന്നാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് കംപ്ലീറ്റ് മതിലുകളും നമ്മളങ്ങോട്ട് ആക്രമിക്കണം. അവന്മാർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ചു കീറിട്ട് നമ്മളതങ്ങോട്ട് ഒട്ടിക്കുക. ഒരു കുറവും വരുത്തരുത്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടേ. ഓ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിയുവാളിയാ. എടാ പച്ചക്കുളം പാസു. പച്ചക്കുളം മാസുവാ? ഇത് ഏത് സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞത്? നമ്മുടെ സ്ഥാനത്ത് പച്ചക്കുളം പാച്ചുപിള്ള. പാച്ചുപിള്ള. നടരാജ, നമ്മുടെ അടയാളം ഏതാണെന്നൊന്ന് പറഞ്ഞേ. പരിപ്പുവട. അയ്യോ പരിപ്പുവട അല്ലടാ, പപ്പടം. അരണയാണടാ പൊട്ട. ഓ എന്റെ കർത്താവേ, എടാ അരണ അല്ലടാ കഴുതേ, ഓന്ത്. രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കും. ഇവിടെ രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കുമെങ്കിലും നമ്മൾ എഴുതുമ്പം രണ്ടിനും 2 അക്ഷരങ്ങളാണ്. അരണ, ഓന്ത്. എനിക്ക് അറിഞ്ഞൂടെ ഇവനൊക്കെ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നോ. നീയൊക്കെ ചിഹ്നവും അതെങ്കിലും ശ്രദ്ധിക്കുന്നതാണ് വിചാരിച്ചപ്പോൾ അതുപോലും ബോധമില്ലാത്ത നിന്നെയൊക്കെ കൊണ്ട് പാർട്ടി പ്രവർത്തിക്കാൻ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. മതിലെന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വേണ്ട. അതുകൊണ്ട് മതിൽ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ മൈദാമാവ് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒട്ടിക്കണമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട എല്ലാം ഞാൻ ചമന്തിലെടുത്ത് വിട്ടുതരാം. നമ്മളെ നീക്കുപോക്ക് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് അവളെ. എന്റെ ഭാര്യയല്ലേ, എനിക്ക് അറിഞ്ഞൂടെ. 10-15 കൊല്ലം കൊണ്ട് ഞാൻ കാണണല്ലേ അവളെ. അങ്ങോട്ട് ഇന്നുകൊണ്ട് എല്ലാ പോസ്റ്റും പൊട്ടിച്ച് തീർന്നു. നമുക്ക് ഒരുപാട് പണിയുള്ളതാ. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ബാക്കി കിടക്കുകയാണ്. ചേട്ടാ ഇവിടെ നേരെ ഒട്ടിക്കേ. കൊട്ടിക്കോട്ടെ. സൂപ്പർ ഫോട്ടോ അല്ലേട്ടാ. ഒട്ട് പാർട്ടിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ്. സൂപ്പർ ഗ്ലാമർ, നല്ല ഗ്ലാമർ. നമ്മുടെ ചിഹ്നം കുന്തം. ഒട്ടുന്നില്ല. മതിയല്ലോ? മതിയാ. വാ. അപ്പുറത്ത് 2 എണ്ണം ഒട്ടണം. അവിടെ വേണം. അതെന്താ ഇതാരുടെ? INSP പച്ചക്കുളം പാച്ചുള്ളേ. അവൻ്റെ സ്ഥാനാർത്ഥിയുടെ അവൻ്റെ ചിഹ്നം നോക്കി. ചിഹ്നവും അവൻ്റെ ഓന്തിൻ്റെ മുഖവും കറക്റ്റ് ഒരുപോലെയാണ്. പറ്റിയ ചിഹ്നം തന്നെ അറിയോ? ഇത് നാഴികക്ക് 40 വട്ടം നിറം മാറുന്ന ആളല്ലേ. നീ അത് പറയരുത്. നീ എവിടെ നിന്ന് വന്നാന്നുള്ള ഓർമ്മ വേണം. അടിയന്തര ഘട്ടങ്ങളിൽ കാലുമാറ്റ അനിവാര്യമാണ് നേതാവേ. ഇവിടെ വേറെ ആരും ജയിക്കൂല, നമ്മളെ ജയിക്കുള്ളൂ. ഇസാഖ് തരകൻ തന്നെ അടുത്ത ആള്. അത്ര ഉള്ളൂ. ഇത് ക്ലീറ്റോരെ പാർട്ടിയുടെ ആളാണ്. ക്ലീറ്റോ പിന്താങ്ങുന്നില്ലേ അവൻ്റെ DDT. ഒട്ടു നേരെ അങ്ങോട്ട് തേയ. അവിടെ നന്നായിരിക്കണം അത്. ഒട്ടും അല്ലാതെ ഇതെവിടെ പോവാനെ. ഒട്ടിക്കോ. ആ പാച്ചുള്ളതിനെ ഇവിടെ പറിച്ചോളാം. അതൊന്നും അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്. അവൻ്റെ ഒരു പാച്ചുള്ള ഒട്ടാന്ന്. ഇതൊക്കെ എൻ്റെ നമ്മുടെ ഒരു ഇത്. പെട്ടെന്ന് ഒരുപാട് ജോലികൾ തീർക്കാറുണ്ട്. ആയിക്കോട്ടെ.
അവൻ്റെ ഓന്തും ചേട്ടാ എന്നെ വലിച്ച് കയറട്ടെ? പഠിച്ചിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിനെ ഒട്ടിക്കണം. അവൻ്റെ മുഖവും ആ പറ്റിയ മോന്തന്നല്ലേ ആ ചിഹ്നത്തിന് പറ്റിയ മുഖം ചേട്ടാ ഇവിടെ എങ്ങോട്ടൊക്കെ അല്ലേ? എങ്ങ് ഇടേ. അടിപൊളി. ആ ഓക്കെ കൊള്ളാം. ആ ഇനി നമുക്ക് അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഉണ്ട് അടുത്ത ഉണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യ്. കയറ് കയറ് കയറ്. എന്ത് ചെയ്യണോടാ? കൊള്ളാം. ആ ഇപ്പോഴത്തേക്ക് അത് മതി. ഏയ്! തെമ്മാടിത്തരം കാണിക്കരുത്. എന്ത് തമ്മാഴ്ത്ത ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ പല തോന്നിയ ദിവസവും കാണിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന പല മതിൽ നീ പോയി അതും ഇതും പറഞ്ഞ് നീ തിരിച്ചു വാങ്ങിച്ചു. ഇത് ഞങ്ങൾ സഹിക്കൂല. ഞങ്ങൾ ഇവിടെ ഒട്ടിച്ചിരുന്നതാണ്. ആര്? ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ഒട്ടിച്ചിരുന്ന വലിച്ചു കയറിയിട്ടേക്കുന്നു. അത് കയറോടാ. എന്ത് നിനക്ക് കേട്ടാണ്ട് നീ ഇത് ഒട്ടിക്കേണ്ട ആവശ്യം തോന്നുന്നു. എന്തോ നീ ഇത് ഒട്ടിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഒട്ടിക്ക് വെറുതെ അടാ, ചുമ്മാ ഒരു നേരം പോക്കിന് വേണ്ടി നിന്റെ ഒട്ടിച്ചത്. പാർട്ടിക്കാരനാണ് അത്. ഏയ്, നീ അത് സംസാരിക്കണം. പിന്നെ നീ ആ രീതിയിൽ സംസാരിക്കണം. ആദ്യം നീ പറയണം നിന്റെ പാർട്ടിയാണ് DDT. നിന്റെ DDT പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റിയാടാ? നിങ്ങളെ ആളെ കൊണ്ട് പറ്റിയാ? നീ അതൊന്നും അറിയണ്ട. ഞങ്ങള് നിന്റെ ഈ RDP ഉണ്ടല്ലോ, ഈ RDP ഇവിടെ നിന്ന് കെട്ടിക്കാൻ വേണ്ടി ഏത് ഊളേരെ കൂടെ ഞങ്ങൾ നിൽക്കും. ഇവിടെ പോസ്റ്റ് ഒട്ടിക്കും. നിന്നെ തോപ്പിക്ക് ഇവിടെ പറഞ്ഞു. നീ ഏത് ഊളവരെ ഇവിടെ നിൽക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. 10 പൈസ കേട്ടാ നീ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും എല്ലാം ചാടും. ഞങ്ങൾക്കൊരു പാർട്ടിയുണ്ട്, അതൊരു അച്ചടക്കമുണ്ട്. ഞങ്ങളൊരു പാർട്ടി നേതാവിനെ നിർത്തിച്ചുകൊണ്ട് അതിന് വഴി നിന്റെയൊക്കെ പാർട്ടി ഇവിടെ കുറെ നാളായിട്ട് എന്തുണ്ടാക്കിയിട ഇവിടെ? എന്തുണ്ടാക്കാന്നുണ്ടോ ഇത്രയും കാലം ജയിച്ചോണ്ടിരിക്കുന്നത്? ഏതാണ്ട് വന്നേക്കണ സ്ഥാനാർത്ഥി ഒരു പ്ലേറ്റ് മുറുക്ക് കിളവൻ കുഴി കാലിന്നിട്ട് അയ്യോ അയ്യോ നിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും പറയണ്ടേ. നേതാവിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ മാറിയത്. അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അവധില്ലാത്ത നേതാവാണി മാറുവാണികൾ. നീ സംസാരിക്കരുത്. നേതാവെന്ന് പറഞ്ഞാൽ അതിന്റെ രീതിയിൽ നിൽക്കണോടാ. അതിനുള്ള കഴിവ് നിനക്കുമില്ല. നിന്റെ ആ ഓന്ത പിന്നെ അവന്റെ മുഖവും അതേ ചിഹ്നവും കിട്ടിയിട്ടുണ്ട്. അത് കലക്കിയിട്ടുണ്ട്. ആപ്പ് വെക്കി അവിടെ കൂടെ ഇവിടെ കൂടെ രഹസ്യമായിട്ട് ഈ ഇലക്ഷന് ഒരു കുന്തം നടക്കൂല. നീ എന്റെ നെഞ്ചത്തൊട്ടിക്കേ ഉള്ളൂ. നീ നോട്ടില്ല ഈ ഏരിയയിൽ ഒരൊറ്റ പോസ്റ്റ് നാളെ കാണൂല. നീ നോക്കിക്കോ ഒരൊറ്റ പോസ്റ്റ് നിന്റെ ഈ അയ്യന് സ്ഥാനത്തുണ്ടല്ലോ അവന്റെ ഒരെണ്ണം കാണില്ല. സുവർണ ഓ ഇലക്ഷൻ കഴിഞ്ഞാൽ നീ രക്തസാക്ഷിയാ കേട്ടോ. പാട്ടുകാരനാ പോളാ കളിക്കുന്ന നമ്മുടെ അടുത്ത്. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ. ഞാനങ്ങനെ ക്ഷമിച്ച് നിൽക്കണം. ഇലക്ഷൻ ആണ്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു നിരത്തി ഒട്ടിക്കടാ. കംപ്ലീറ്റ് ഒട്ടിക്ക്. മാങ്ങ മൂക്കാറായി തോന്നുന്നു അല്ലേ? കുറച്ച് മാങ്ങ എടുത്ത് അച്ചാറിട്ടിട്ടേ കുറച്ച് പാലായിലോട്ടും കൊടുക്കണേ പ്രാവശ്യം. പിന്നെ എനിക്ക് വീട്ടിൽ കൊടുക്കണം കുറച്ച്. വീട്ടിലാരും തന്നെ അച്ഛൻ അച്ചാറിട്ട് കൊടുക്കാൻ. പിന്നെ നിന്റെ അച്ഛൻ അച്ചാറില്ലാതെ വിഷമിച്ചിരിക്കല്ലേ? ഞാൻ കൊടുത്തോളാം. ഞാൻ ഇടുമ്പോ അപ്പൊ കൊടുക്കാം. കുറച്ച് പറിച്ചിട്ട് കൂടുതലിട്ട് അച്ചാറിട്ട് വെക്കും. എന്നിട്ട് ഇവിടെയും വെക്കാൻ കുറച്ച്. എനിക്ക് വീട്ടിൽ അച്ഛനും ഒരു പ്രയോജനം ഇല്ലാത്ത ഞാൻ അപ്പോഴും പറയാറുണ്ട് പകലാ മാവിന്റെ കൊമ്പൊക്കെ ഒന്ന് കൊത്തിക്കളെ. രാത്രി വരുമ്പോ അത് കണ്ണുകൊള്ളില്ലേ? എല്ലാവരുടെയും കണ്ണുകൊള്ളൂല. കണ്ണ് പൊട്ടിയിരിക്കുന്ന ആൾക്കാരുടെ കണ്ണിക്കൊള്ളുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ അപ്പ കുരുത്തക്കേട് പറഞ്ഞടി. പിന്നെ കമ്പ് നീണ്ടുക്കണ അമ്മാവിന് കണ്ടുകൂടെ അമ്മാവാ? കണ്ണടയുടെ ഉള്ളിൽ കൂടി കൊണ്ടോ? എന്റെ പൊന്നോ എടി പകല് മാത്രം ഇരുന്നിട്ട് ഇങ്ങനെ കുശുകുശ പറയും. ഈ രാത്രി 9 മണിയായിട്ട് ഇങ്ങനെ വർത്താനം പറയല് കഴിഞ്ഞില്ലേ? എന്തെന്ന് ചെയ്യാനോ? വേറെ പണിയൊന്നും ഇല്ലല്ലോ എനിക്ക്. എന്തായാലും പോയി കിടക്കാത്ത കനകം വന്നില്ലേ? ഏട്ടൻ വരാൻ ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അവൻ വന്നാ വിളിക്കില്ല. കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ? അമ്മയുണ്ടല്ലോ പിന്നെന്താ. ഓ തക്കളിയാ തക്കളിയാളൂടെ കിടപ്പുണ്ട്. എന്നാ പിന്നെ വിളിച്ചോണ്ടേ കടന്നൂടെ? ഇതെന്തായിരിക്കും? ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന അമ്മാവിന് എന്താന്നേ? ഈ 9:30 മണിക്കടി 2 പെണ്ണുങ്ങൾ ഈ പുറത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് സംസാരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ വാതിക്കലല്ലേ ഇരിക്കണം. അങ്ങോട്ട് പോയിക്കോ. ഗേറ്റിന്റെ അവിടെ പോയിരുന്നു പറഞ്ഞു. പോയി കടന്നോന്ന്. എനിക്ക് ക്ലീറ്റ വരണ്ടേ? ക്ലീറ്റ ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കാണോ? ക്ലീറ്റസ് വന്നിട്ട് കിടക്കാനോ? എടി ഇലക്ഷൻ കഴിയുന്നവരാവും വന്നിട്ടൊന്നും കിടക്കാന്ന് വിചാരിക്കണ്ട. എപ്പോഴാ വരിക പോവാന്ന് അറിയോ? പ്രത്യേകിച്ച് അവ ഇന്ന് വരില്ല. അതെന്താ അവിടെ മതിലിന്റെ അവിടെ അമ്പളിക്കുട്ടന്റെ പാർട്ടിക്കാരായിട്ട് ഇന്ന് പകല് തല്ലുണ്ടായി എന്ന് പറയുന്നു കേട്ടോ. അവിടെ
ആ ആര് പറഞ്ഞു? ഇവന്റെ പോസ്റ്റ് ഒട്ടിച്ചു കൊടുത്ത അമ്പിളിക്കുട്ടൻ വന്ന് പോസ്റ്റ് ഒട്ടിച്ചു എന്നോ അത് വലിച്ചു കയറലും അമ്പിളിക്കുട്ടന്റെ ആൾക്കാർ വരലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഇനിയിപ്പോ രാത്രി ചോദിക്കാൻ നടക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആര് പറഞ്ഞെന്ന്? അതപ്പോ എന്താ ആൾക്കാർക്ക് പറയാറിയാത്ത ഇലക്ഷനിലേ നടക്കണേ ഉന്തും പിള്ളും കണ്ടു പറഞ്ഞൂടെ? നുണ പറഞ്ഞതായിരിക്കും. നോണയാ എന്താ കടക്കാരൻ വരെ എന്നോട് പറഞ്ഞു ആകെ തള്ളും പിടി അടിയായിരുന്നു വെല്ലുവിളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ കഴിയണവരൊരു സമാധാനം ഉണ്ടാവത്തില്ല. രാത്രി ഒന്ന് വിളിച്ചേ വരാൻ പറയും ഇങ്ങോട്ട്. 2 എണ്ണം കിട്ടട്ടെ. ചുമ്മാ ഇങ്ങനെ പരതി നടക്ക ക്ലീറ്റ് അമ്മാവനൊന്ന് വിളിച്ചിട്ടുണ്ടോ അമ്മാവാ? എന്ത് വിളിച്ചിട്ട് എന്താ കാര്യം? ബോധം വേണ്ടേ? എവിടെയോ കിടക്കണ ഏതോ നേതാവിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവന്റെ പാർട്ടിക്കാരനൊന്നല്ലോ മത്സരിക്കുന്നു. അമ്മാവനൊന്ന് ഫോൺ ചെയ്തേ. വിളിച്ചിട്ടെന്താ? അൻസാറേ നീ രാവിലെ തന്നെ എത്തണം, താമസിക്കരുത്. ആ അധ്വാനമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. എന്തെങ്കിലും കൊടുക്ക് വേറെ നിറച്ച്. കയ്യിന് കാലിനൊന്നും പറ്റിയിട്ടില്ല. എടാ അതൊക്കെ നമുക്ക് ശരിയാക്കാം. അങ്ങനെ അങ്ങ് വിടാനൊന്നും തീരുമാനിക്കില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആ ആ ആ ശരി 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 രാവിലെ കാണാം. ഓക്കെ ഓക്കേടാ ഓക്കെ ഓക്കെ. പുതിയ തല്ലിലുള്ള പരിപാടിയോ രാവിലെ? എന്തൊക്കെയാടാ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാ വെറുതെ? അല്ലെങ്കിൽ അവനായിട്ട് കണ്ണും കണ്ടുകൂടെ? നീ ഇലക്ഷന്റെ പേരും പറഞ്ഞ് തല്ലുകൊണ്ട് ചാവാനുള്ള പരിപാടിയാ? മിക്കവാറും അവൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചാവും. ആ അവരെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി. വെറുതെ വഴക്കിന് പോണത്. ക്ലീറ്റോ ചേട്ടന്റെ പാർട്ടിയൊന്നും മത്സരിക്കണില്ല. പിന്നെ വല്ലവർക്കും വേണ്ടിട്ട് ഈ തല്ലു പിടിക്കണ എന്തിനാ? അതെ ഞങ്ങളുടെ പാർട്ടി ഇവിടെ കേരളത്തിൽ മത്സരിക്കണേ. പാർട്ടി മത്സരിക്കുന്നത് ഒറീസ, ആന്ധ്ര അങ്ങനെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇവിടെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾ നോക്കി ഒരു സഖ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങൾ DDT-കാർ ഒന്നോടൊന്ന് ഉഷാറാവും. 2 എണ്ണം കിട്ടട്ടെ. അത് തന്നെ നല്ലത്. ആ പിന്നെ അങ്ങ് തരാൻ വരുമ്പോൾ ഞങ്ങളുടെ കൈ സിനിമയ്ക്ക് പോകുമല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ ഏത് പാർട്ടിക്കാ സപ്പോർട്ട് ചെയ്യുന്നത്? ആ ഇവിടെ INSP. INSP. ഓ ഓ പിന്നെ നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഒരു RDP അതല്ലേ അറിയുള്ളൂ. എടാ കളിയാക്കാൻ ചോദിച്ചല്ല. എന്റെ മരുവൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ ആർക്കാ വോട്ട് ചെയ്യേണ്ടത് ചോദിക്കണതിൽ വല്ല തെറ്റുണ്ടോ? എൻ്റെ പൊന്നമ്മാവാ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഒരു താല്പര്യവും ഇല്ല. നിങ്ങൾ ആരും ചെയ്യൂല എന്ന് എനിക്കറിയാം. പുറത്ത് പറയാൻ നാണക്കേടായിട്ടാ. ചിഹ്നം നല്ല ചിഹ്നമാ. ആ എന്താ അങ്ങനത്തെ പേര് അമ്മാവനും ചിലപ്പോ നാണുണ്ടാവും. എനിക്കോ? ഓന്ത് ഓന്ത്. അതെ അവരുടെ പാർട്ടിയുടെ ചിഹ്നം ഒന്നാ. ഓടിയായിരുന്നു. പിന്നെ കഥ പറച്ചിൽ മതി. വിശക്കണുണ്ട്. രാവിലെ ഇറങ്ങി പോയതാ. അല്ല ഉണ്ട ഇടി എടുത്ത് ഇട്ടിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ വേണ്ടി വിളിക്കണല്ലേ? പിന്നെ ഇടിക്കാഞ്ഞ വരട്ടടി. ആ ശരിക്കും അവള് പറഞ്ഞത് ശരിയാണ്. എന്നെ ആക്കിയതൊന്നുമല്ലല്ലോ. എന്ത് ഒരു ചിഹ്നം എന്താന്ന് പറഞ്ഞു? ഓന്ത്. ഒന്നെ സത്യമായിട്ടും ഓന്ത് തന്നെ. വോട്ട് മറക്കണ്ട കേട്ടാ. വോട്ട് കീറി കേട്ടോ. പിന്നെയും കീറി. അവൻ പന്നല്ലടാ. അവൻ പറഞ്ഞ പോലെ ചെയ്തു കളഞ്ഞല്ല. അവനെ അങ്ങനെ വിട്ടാ പറ്റുമോ? ഓടാ കംപ്ലീറ്റ് ഓടിക്കടാ. ഇത് ഒട്ടിച്ചിട്ട് അവന്മാരുടെ പോസ്റ്റർ എവിടെയുണ്ടോ എല്ലാം വലിച്ചു കയറി നമ്മുടെ പോസ്റ്റർ ഒട്ടിക്കണം. തേക്കടാ തേച്ചിട്ട് ഒട്ടിക്കണം. ആ നമ്മളെടുത്താ കളിക്കണേ. നല്ലോണം തേക്ക്. ഒട്ടിക്ക് 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 തേക്ക്. അങ്ങോട്ട് തേക്ക് ബാബുക്കുട്ടാ നല്ല പോലെ. കുറച്ച് മതി കുറച്ച് മതി. പക്ഷെ കുറച്ച് മതി. യുവന്മാരെ ഈ ഇലക്ഷന് എന്ത് വില എടുത്ത് യുവന്മാരെ ഇവിടുന്ന് തോപ്പിച്ച് വിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും. ഒട്ടിക്ക് ഒട്ടിക്ക്. ഇവിടെ ആ സൈഡ് ആ നടരാജ നോക്കിക്കാതെ അത് വാങ്ങിച്ച് അവിടെ ഒട്ടിക്കങ്ങോട്ട്. പിന്നെ ബാബുക്കുട്ടാ പാർട്ടി ഓഫീസിൽ പോയിട്ട് ബാക്കിയിരിക്കുന്ന പോസ്റ്റും കൂടെ എടുക്കണം നമുക്ക്. എന്നിട്ട് ഇവിടെ മുഴുവനും ഒട്ടിക്കണം കേട്ടോ. ഒട്ടിക്ക്. അങ്ങനെ അങ്ങ് കീറാൻ അത്രയ്ക്ക് നമുക്കറിയണമല്ലോ. അങ്ങനെ അവനെ വിട്ടാൽ പറ്റൂലല്ലോ. മാറി മാറി. ഇന്നലെ രാത്രി ഞാൻ ഇത് മുഴുവൻ വലിച്ചേറി കളഞ്ഞ. പിന്നെ വീണ്ടും എന്താ ഇവിടെ കൊണ്ടുപിടിച്ചത്? അല്ല സാറാണ് വലിച്ചു കയറിയത്. പിന്നല്ലാതെ എന്തിനു സാറേ? എന്റെ വീട്ടിലെ മതിൽ ഞാൻ മരിച്ചിടാൻ പിന്നെ വേറെ ആരാണ് മരിച്ചിരുന്നത്? അല്ല ഞങ്ങൾ ഇന്നാൾ ഒന്ന് പറഞ്ഞു 2 മാസം മുമ്പ് പറഞ്ഞല്ലോ മോൻ്റെ അടുത്ത്. സാറിന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. സാറിന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്റെ മോനൊന്നുമില്ല, വാടകക്കാരാണ്. ഞാൻ ഇപ്പൊ മാറിപ്പോ ഞാൻ ഓണർ, ഹൗസ് ഓണറാ ഞാൻ. ഹൗസ് ഓണർ. വലിച്ചേരി കളയി പെട്ടെന്ന് അങ്ങോട്ട്. അല്ല ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ വലിച്ചു കീറ അങ്ങോട്ട്. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അന്തം പിടിക്കും. വലിച്ചു കീറ. അതെ ഞങ്ങളെ പാർട്ടിക്ക് കുറച്ച് പാർട്ടിക്ക് എന്തായാലും ഒരു പ്രശ്നമൊന്നുമില്ല. വലിച്ചു കീറി എന്റെ മതിലാണ് വലിച്ചു കീറി. ഞാൻ നേരത്തെ പെർമിഷൻ ചോദിക്കണമായിരുന്നു. പെർമിഷൻ നമ്മൾ ചോദിച്ചായിരുന്നു. പക്ഷെ ഇത് അത് വാടകക്കാരാണെന്ന് അറിയില്ലായിരുന്നു. ഞാനാണ് ഇവിടുത്തെ ഹൗസ് ഓണർ. ഹൗസ് ഓണർ പറയുന്ന പോലെ കേട്ടാ മതി. വലിച്ചു കീറ. നീ നോക്കിക്കൊണ്ടിരിക്കുക. വലിച്ചു കീറ പറഞ്ഞില്ലേ? ഹൗസ് ഓണർക്ക് ഒരു വിലയില്ല. ആ മതി അത്രയൊക്കെ മതി. കീറി മാറ്റിയാൽ മതി. മാറ്റി അത്രയും മാറ്റി. അല്ല സാറേ ഒരെണ്ണം ഒട്ടിച്ചോട്ടെ. ഒരെണ്ണം ഒട്ടിക്കട്ടെ. മൊത്തം കഴുകി തേച്ച് വൃത്തിയാക്കിയിട്ട് നീക്ക് ഇവിടെ നിന്ന് പോയാൽ മതി.
ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ കാണാനോ 5 വർഷം കഴിഞ്ഞ് കാണാനോ മര്യാദ ക്ലീൻ ചെയ്തിട്ട് പോകണം. അല്ല സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒരു വകയും പറയണ്ട. അല്ല സാറേ പറയണമെന്ന് കേൾക്കുക. വേണ്ട, ഒന്നും പറയണ്ട, അതിന്റെ ആവശ്യമില്ല. സാറേ ബക്കറ്റും വെള്ളവും തൊണ്ടും തന്നാൽ ഞങ്ങൾ ഇപ്പൊ കഴി വൃത്തിയാക്കിയിട്ട് പോവാം. തരുമോ? സാറേ ബാബുക്കുട്ടാ നടരാജ വെള്ളം ഇടാ. നല്ല ശക്തിയായിട്ട് തേച്ചുരച്ച് കഴിയും. അവിടെ പോസ്റ്റ് ചെയ്യില്ല. ഇവിടെ പശയൊക്കെ പോകണം. തൊണ്ടയ്ക്കടെ തൊണ്ട. പിള്ളേർ ചെയ്തിട്ടേ ശരിയാവില്ല. നേതാവ് തന്നെ നേരിട്ട് തേച്ചൊരച്ച് കഴിവ്. പിടിക്കേ വെള്ളമായിട്ട് കഴിവ്. വേണം പൊട്ടിച്ച് സ്പീഡ് പോലെ കഴിവണമെന്ന് സ്പീഡ് വേണം. Alien versus Alien.